നമ്മുടെ ബഹുമാന്യനായ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അത് തന്നെ കൊടുക്കണം ആ വകുപ്പ്, കാരണം സംസ്കാരമുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു വകുപ്പാണ്. അപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നടത്തിയ ഒരു പ്രസംഗം, അദ്ദേഹം കത്തിക്കയറിയ ആ പ്രസംഗത്തിൽ കേട്ടോ, അന്ന് അതിനെ ഒരുപാട് വിമർശിക്കാനൊക്കെ അതിലുണ്ടായി. അതായത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഒരു ഭരണഘടനയാണ് ഭാരതത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ച് ഒരു ഇന്ത്യക്കാരൻ എഴുതിയത് ആണ് ഈ ഭരണഘടന. 75 വർഷം കൊണ്ട് ഇത് നടപ്പിലാണ് എന്നും, പിന്നെ അതിനെ ബാക്കിയുള്ളത് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞേക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി ഡിക്ലെയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ്റെ സോവറൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇത് ഭരണഘടനയ്ക്കകത്തുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ ആത്മാവിലുള്ള കാര്യങ്ങൾ ഈ പ്രിയാമ്പിൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പ്രിയാമ്പിളിലെ വളരെ പ്രശസ്തമായ 2 ടേമുകളാണ്, വളരെ വ്യക്തമായ 2 ടേംസാണ് ഈ സെക്യുലറിസം, മതേതരത്വം, മതനിരപേക്ഷത, മതേതരത്വവും അതുപോലെ ജനാധിപത്യവും. ഇത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ ആ പ്രസംഗത്തിൽ ബാക്കി പറഞ്ഞത് മതേതരത്വം, ജനാധിപത്യം, കുന്തം കുടച്ചക്ര തുടങ്ങി അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഈ കുന്തം കുടച്ചക്രം എന്ന് പറയുന്നത് ഇപ്പോൾ കോടതി പറഞ്ഞു ഒരിക്കലും അത് മാന്യതയോടുകൂടി സംസാരിക്കേണ്ട 2 ടേംസ് അല്ല. ഇങ്ങനെയുള്ള അതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കണം, ആ പറഞ്ഞതിൻ്റെ ടെനർ, ആ പ്രസംഗത്തിൻ്റെ അത് നോക്കണം, ആ സാഹചര്യം നോക്കണം. ഈ കുന്തം കുടച്ചക്രം എങ്ങനെ വരാനിടയായെന്ന് പണ്ട് ഞാനത് ആലോചിച്ച് ചിരിച്ചു പോയത്, പണ്ടൊരു മാന്യൻ ഹൈക്കോടതി എഴുതിയ ശുംഭൻ എന്ന് വിളിച്ചു. അവസാനം ശുംഭൻ എന്നുള്ളത് പ്രശ്നമായി കണ്ടൻ്റായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശുംഭൻ വളരെ ബഹുമാന്യതയോടുകൂടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ശുംഭൻ എന്ന് കേട്ടോ. ശുനകൻ എന്ന് പറഞ്ഞല്ല, ശുംഭൻ എന്നേ പറഞ്ഞുള്ളൂ. ശുംഭൻ ഉപയോഗിക്കേണ്ടതാണ്. അതിന് ശബ്ദധാരാവലി എടുത്തിട്ട് പ്രകാശം പരത്തുന്നവൻ എന്ന് പറഞ്ഞു. അതൊക്കെ കോടതി എടുത്ത് കളഞ്ഞിട്ട് അവസാനം ജയിലിൽ കിടക്കേണ്ട ഗതികേട് വന്നു എന്ന് പറഞ്ഞ പോലാണ് ഇത്. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഈ കുന്തം കുടച്ചക്രം എന്നുള്ള വാക്കിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ കോടതി ചോദിച്ചു ഇതെന്താ കാര്യം ഇവിടെ പറയാൻ, കുന്തം കുടച്ചക്രം എന്ന് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ വക്കീൽ മൗനമായിട്ട് നിന്നു എന്നുള്ളതാണ് ആ ഓർഡറിൽ നിന്ന് കാണുന്നത്. ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് പറയുന്നത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് DGP ആണ് എന്ന് തോന്നുന്നു അപ്പിയർ ചെയ്തത്. ഏതായാലും ഒന്നും പറയാൻ പറ്റിയില്ല അവിടെ. പിന്നെ ബാക്കി ഉള്ള കാര്യമെന്ന് പറയുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒന്നാണ് ഭരണഘടന എന്ന് പറഞ്ഞു. ഞാൻ ഇതിനൊക്കെ ഗുരുതരമായിട്ട് കാണുന്ന ഒരു പ്രശ്നം വേറെയുണ്ട്. അത് ആരുടെയും ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് കൊടുത്ത് എഴുതിച്ച് ഇന്ത്യക്കാരൻ എടുത്തതാണ് ഈ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയുള്ള ഏതാണ്ട് 389 പേരായിരുന്ന എൻ്റെ ഓർമ്മ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. അവർ 165 ദിവസം വളരെ വലിയ ഡിബേറ്റുകൾ നടത്തി ലോകത്തുള്ള പ്രമുഖ രാജ്യങ്ങളുടെ എല്ലാം ഭരണഘടനകൾ പരിശോധിച്ച് നമ്മുടെ എല്ലാ മതഗ്രന്ഥങ്ങളും പഠിച്ച് അതിൻ്റെ തത്വങ്ങളൊക്കെ സാംശീകരിച്ച് മറ്റ് ഭരണഘടനയിലെ കൊള്ളാവുന്ന കാര്യങ്ങൾ ഒക്കെ അതിൻ്റെ ആശയങ്ങൾ എല്ലാം സാംശീകരിച്ചെടുത്താണ് കഷ്ടപ്പെട്ട് ഈ ഭരണഘടന ഉണ്ടാക്കിയത്. ഇന്ന് വരെ ഇതിനെ ആരും ഒന്നും പറയത്തില്ല, ഒരു ഹോളി ബുക്ക്. അപ്പം നമ്മുടെ ബൈബിള്, നമ്മുടെ ഖുറാൻ, നമ്മുടെ ഭഗവത്ഗീത എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് യഥാർത്ഥ ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ കാണേണ്ടത്. ഞാനങ്ങനെ കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കാണണം. കാരണം അതൊരു ഹോളി ബുക്കാണ് ഈ ഭരണഘടന എന്ന് പറഞ്ഞത്. അതിനെയാണ് ഈ രീതി പറഞ്ഞേക്കുന്നത്. മാത്രം ഡോക്ടർ BR അംബേദ്കർ എന്ന് പറഞ്ഞ ആരാണ്? ലോകം കണ്ടേക്കുന്ന നിയമജ്ഞരിൽ, ആ വലിയ നിയമജ്ഞരിൽ, ചുരുക്ക നിയമജ്ഞരിൽ പെടുന്ന ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽ വന്ന ആണ് പോലും. ഒരുപാട് ചവിട്ടേറ്റ മനുഷ്യനാണ് അതിനു മുമ്പ്. പക്ഷേ അദ്ദേഹത്തിനെ തന്നെ ഇതിൻ്റെ ചെയർമാൻ ആക്കാനുള്ള കാര്യം, കാരണം ഇദ്ദേഹത്തിനെ പോലെ കഴിവുള്ള വേറെ ആളുകളില്ല അന്ന്, അതാണ് കാര്യം. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിനെ ഇത്രത്തോളം മഹാനായ ഡോക്ടർ BR അംബേദ്കറിനെ ആക്ഷേപിക്കുന്നതല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. നമ്മുടെ ഭരണഘടനയെ ചവിട്ടിത്തേക്കുന്നതല്ലേ ഇപ്പോൾ ഈ പറഞ്ഞത്. ഭരണഘടന ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണ്, ഇന്ത്യക്കാരൻ എഴുതിയെടുത്തതാണ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്രൈബ് ആണോ ഡോക്ടർ BR അംബേദ്കറും ഈ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മറ്റംഗങ്ങളും? അതാണ് ഏറ്റവും വലിയ അപമാനം. അതായത് ഭരണഘടനയെ ഇതിൽ കൂടുതൽ അവഹേളിക്കാൻ ഒക്കത്തില്ല. ആ രീതിയിലാണ് വലിയ അവഹേളനം.
അത് ആ ഉത്തരവിൽ ഒരുപാട് എടുത്തു പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഞാൻ കാണുന്നത് ഏറ്റവും വലുതായിട്ട് ഗുരുതരമായിട്ട് കാണുന്ന ഒരു കാര്യം അതാണ്. ഇത് ഈ ഭരണഘടനയെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ഇതിനോട് നിർവ്യാജമായ കൂറും ഒക്കെ പുലർത്തും കേട്ടോ, വിശ്വസ്തതയും പുലർത്തും എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ആളാണ് ഈ മന്ത്രി. എന്നിട്ടാണ് ഈ ഭരണഘടന കുന്തവും കുടച്ചക്രമൊക്കെ എഴുതി വെച്ചേക്കുന്നതെന്നും ഇത് ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണെന്നും അതുപോലെ ഒരു ഉപകരണമാണെന്നും പിന്നെ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്ത് ഇന്ത്യക്കാരൻ അത് എഴുതിയെടുത്തതാണെന്നും ഒക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഒരു എം എൽ എക്ക് പറയാൻ ഒക്കുമോ ഇത്? പറയാൻ പറ്റത്തില്ല. കാരണം എം എൽ എക്കും സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ. അത് മന്ത്രിക്കോ? ഭരണത്തിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയാണ് അത് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇപ്പോൾ അത് പുലിവാലി പിടിച്ചതാണെന്ന് അന്നേ എനിക്കറിയാമായിരുന്നു. പ്രശ്നമാണ്, വലിയ കുഴപ്പമാണ്. കാരണം ഇത് നൂരിപ്പം മാർഗമൊന്നുമില്ല. കാരണം പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971 എന്ന് പറയുന്ന നിയമമാണ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അതിൻ്റെ സെക്ഷൻ 2 എന്ന് പറയുന്നതിനകത്താണ് ഈ ഭരണഘടനയെ അവഹേളിക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിനെ അവഹേളിക്കുന്നതും മ്യൂട്ടിലേറ്റ് ചെയ്യുന്നതും വൃത്തികേടായിട്ട് ഉപയോഗിക്കുന്നതും കീറിപ്പറിക്കുന്നതും കത്തിക്കുന്നതും ഇതെല്ലാം ഗുരുതരമായ ഒരു കുറ്റകൃത്യമായിട്ട് 2 പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ 2. അതിനോടൊപ്പം അതിന് മുമ്പില്ലായിരുന്നു, 2003 അതിലുള്ള അമെൻമെൻറ്റ് വഴിയാണ് ഈ 2 കാര്യങ്ങളോട് എഴുതി ചേർത്തത്. അതായത് അതർവൈസ് ഡിസ്റെസ്പെക്ട് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഈ കാണിച്ച ആ ടേം എന്ന് പറയുന്നത് അത് 2003 എഴുതി വെച്ചതാണ്. അതുവരെ ഡിസ്റെസ്പെക്ട് ഒരു ഒഫൻസായിട്ട് വന്നിട്ടില്ല, അതിനകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ 2003 ഡിസ്റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് 2ാം സെക്ഷൻ 2 അനുസരിച്ചുള്ള ക്രിമിനൽ കുറ്റമായിട്ട് മാറ്റി 3 വർഷം തടവ് ശിക്ഷ കൊടുക്കാവുന്ന ഒഫൻസാണ്. ഒരു മന്ത്രി കമ്മിറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിന് വലിയ തെളിവൊന്നും ആവശ്യമില്ല. കാരണം എല്ലാ മാധ്യമങ്ങളിലും ഇത് അന്ന് വന്നതാണ് ഈ പ്രശ്നം. ഇപ്പോൾ ഏഷ്യാനെറ്റിനോടോ മനോരമയോ മാതൃഭൂമിയോ ഏത് ചാനലിനോടോ അല്ലെ മീഡിയ ഏതെങ്കിലും ഒരെണ്ണത്തിനടുത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൻ്റെ ഒറിജിനൽ കോപ്പി അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ മാസ്റ്റർ CD അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഒരു ക്രിമിനൽ കേസിലെ ഇൻവെസ്റ്റിഗേഷനാണ്, അത് കിട്ടും. ഇതൊന്നുമല്ല, ഇതിലെ ഹർജിക്കാരൻ തന്നെ പരാതിക്കാരൻ ആദ്യം ഇതിന് പരാതി കൊടുത്തു. പോലീസ് കേസെടുത്തതിൽ അനങ്ങിയില്ല. പല വിധത്തിൽ പരാതിക്കാരൻ നോക്കി കേട്ടോ. അഡ്വക്കേറ്റ് ബൈജു നോയലാണ് ഇത് നോക്കി, നടന്നില്ല. അവസാനം അദ്ദേഹം ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തു കോടതിയിൽ. അപ്പോൾ കോടതിയുടെ ഇൻ്റർവെൻഷനിൽ അത് 156(3) അയച്ചു. 156(3) CRPC വകുപ്പ് അനുസരിച്ച് അന്വേഷിച്ചു. ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനായിട്ട് പറഞ്ഞു. ആദ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അന്ന് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ധാർമ്മിക മൂല്യങ്ങൾ എല്ലാം അദ്ദേഹത്തിന് അന്ന് സടകുടഞ്ഞെഴുന്നേറ്റിട്ട് രാജിവെച്ചു. ഈ ധാർമ്മിക മൂല്യങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പ്രശ്നം ഇത് അതിലും വലിയൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ അന്നൊരു ജുഡീഷ്യൽ ഇൻ്റർവെൻഷനിലൂടെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ക്രൈം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല അതിൽ പറഞ്ഞേക്കുന്നത്, അത് നോക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താണ് ഇപ്പോൾ വന്നേക്കുന്നത്? ഈ ഒഫൻസ് നിൽക്കുമെന്നും ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് മുഴുവൻ തെറ്റാണെന്നും വിചാരണ കോടതി റെഫർ റിപ്പോർട്ട് അംഗീകരിച്ചതേ പാടെ തെറ്റാണെന്നും കണ്ടു. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇത് സിറ്റുവേഷൻ അന്നത്തത് വെച്ച് നോക്കുമ്പോൾ കുറെ കൂടെ ഗുരുതരമാണ്. ഇപ്പം ഈ ധാർമ്മികത എവിടെ പോയി? കുടത്തിനകത്തിട്ട് അടച്ചു വെച്ചേക്കാണോ ധാർമ്മികത? ഇതിനെ രാജിവെക്കേണ്ടതില്ല. ഒരുപാട് മന്ത്രിമാർക്കെതിരെ ഇതുപോലെ ആരോപണമുണ്ട്, ഒരുപാട് MLA മാർക്ക് വരും, ഒരുപാട് നാട്ടിലെ ആളുകൾക്കെതിരെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തടിയൊപ്പാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് മാത്രമല്ല, ധാർമ്മികത മാത്രമല്ല ഇവിടെ പ്രശ്നം. ഒരു മന്ത്രിക്കെതിരെ ഒരു പോലീസുകാരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ആ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയോളൂ. അതായത് ഇപ്പോൾ ഒരു CI റാങ്കിലുള്ള ആളാന്നിരിക്കട്ടെ, അല്ലെ DYSP ആന്നിരിക്കട്ടെ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അതായത് ഈ മന്ത്രിക്കെതിരെ. ഈ മന്ത്രിയുടെ കീഴിലുള്ള ആളാണല്ലോ അദ്ദേഹം. ഭരണതലപ്പത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റുമോ അവർക്ക്? അതായത് ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസർ അന്വേഷിക്കണം എന്ന് കോടതി പറഞ്ഞു ക്രൈംബ്രാഞ്ചിലെ. ഞാൻ ആ ഇൻറ്റഗ്രിറ്റി ഉള്ള ഓഫീസറുടെ ഗതികേട് ഞാൻ ആലോചിക്കുകയാണ്. അയാൾ അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത് മന്ത്രി കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ നാളെ മുതൽ അയാൾക്ക് കിടന്നുറങ്ങാൻ പറ്റൂ. ഈ രീതിയിലുള്ള വരും. അതിൻ്റെ കാരണം എന്താണ്? ഈ മന്ത്രി അധികാരത്തിരിക്കുന്നുകൊണ്ടാണ്. അപ്പം മന്ത്രിക്ക് ഒരു ലീഗാലിറ്റി തന്നെ, ധാർമ്മികത മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബാധ്യതയുണ്ട് ഇത് രാജിവെച്ച് മാറിയിരിക്കാൻ. ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നവരെ ചാർജ് ഷീറ്റ് കൊടുക്കുന്നില്ലെന്നിരിക്കട്ടെ, തിരിച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാമല്ലോ. വീണ്ടും നമ്മുടെ ഭരണഘടന ഉണ്ടല്ലോ അവിടെ കേട്ടോ, പിടിച്ച് സത്യപ്രതിജ്ഞ. ഇത് നമുക്ക്
മനസ്സിലാക്കണം. ഇത് ഈ രീതിയിൽ ഒരു മന്ത്രിക്ക് തുടരുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അന്വേഷണം എന്ന് പറയുന്നത് ഒരു പ്രഹസനമായിട്ട് മാത്രം മാറും. അത് ബൈനാഥ് നോയൽ അത് വിചാരിച്ചാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമാണ്. അദ്ദേഹത്തിന് അറിയാം. അത് വിട്ടുകളയൊന്നും ഞാൻ തോന്നുന്നില്ല. അൾട്ടിമേറ്റ് ഇത് CBI പോയി നിൽക്കുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. കാരണം ഇത് ഈ അന്വേഷണം ഇനി ഇത് എഴുതി കൊടുക്കും. ഇതുപോലെ അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞല്ല കേട്ടോ, മനഃപൂർവ്വം പറഞ്ഞല്ല. അവിടെ മെൻസറിയ ഉണ്ടോ ഇല്ലയോ നോക്കേണ്ട കോണ്ടെക്സ്റ്റാണ്. അത് എവിഡൻസാണ് എടുക്കേണ്ടത്. അത് വിചാരണ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പോലീസിന് തീരുമാനിക്കാനും നോക്കത്തില്ല അവിടെ. പോലീസ് അങ്ങനെ ആണെങ്കിലേ ഇപ്പോൾ ഒരാൾ മനഃപൂർവ്വം ഒരു ക്രിമിനൽ കുറ്റം ചെയ്തതല്ല, ആ കൊലപാതകം നടത്തിയതല്ല, മനഃപൂർവ്വം അല്ല എന്നുണ്ടെങ്കിൽ അത് കുറ്റകരമായി നരഹത്യയാവും, പക്ഷേ കൊലപാതകമാകത്തില്ല. അങ്ങനെയുള്ളപ്പോൾ പോലീസുകാർ തന്നെത്താൻ എഴുതി അങ്ങ് വെക്കുമോ അയാൾ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല അതുകൊണ്ട് ഇന്നത് മതി എന്ന്? ഒരിക്കലും ഒക്കത്തില്ല. അത് 302 ആണോ 304 ആണോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്, പോലീസല്ല. ഇവിടെ ഇതിനകത്ത് വലിയ വീഴ്ച പോലീസിൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിയെ എങ്ങനെയെങ്കിലും ഒന്ന് സത്യപ്രതിജ്ഞ ഏൽപ്പിച്ചെടുക്കണം രണ്ടാമത്. അതിന് ഇത് എഴുതി കളഞ്ഞാലേ പറ്റുള്ളൂ. അതോടുകൂടി അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി റെഡിയായി രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്ത് കയറി ഇപ്പോഴും പൂർവാധികം ഭംഗിയോടുകൂടി ഭരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പ് തന്നെയാണ് കൊടുക്കേണ്ടതും കൊടുത്തേക്കുന്നതും. നല്ല സംസ്കാരമാണ്. സംസ്കാരമുള്ള ഒരാൾ പറയുന്ന ടേമുകളാണോ ഇതൊക്കെ? ഈ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഒരു ഇന്ത്യൻ പൗരന് പറയാൻ പറ്റിയ വാചകങ്ങളാണ്. ഒരു വെറും പൗരനായിട്ട് എടുക്കത്തുള്ളൂ, മന്ത്രിയാവണ്ട, പറയാൻ പറ്റിയ വാചകങ്ങളാണോ ഇത്? ഒരു പൗരൻ പറഞ്ഞാൽ ഈ ഒഫൻസ് വരും, പിന്നാണോ മന്ത്രി? അത് ചിന്തിക്കണം. അത് മാത്രമല്ല, അധികാരത്തിൽ അദ്ദേഹം ഇരുന്നുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ തുടരുക എന്ന് പറയുന്ന ഒരു പ്രഹസനം മാത്രമാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ബൈജുനാഥ് നോയൽ വീണ്ടും കോടതി സമീപിക്കേണ്ടതായിട്ട് വരും. ഇൻവെസ്റ്റിഗേഷൻ ഇതിൻ്റെ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, ഇൻവെസ്റ്റിഗേഷൻ രണ്ടാമത് നടത്തണം എന്ന് പറഞ്ഞ് പോകേണ്ട ഗതികേട് അദ്ദേഹത്തിന് വരും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ ഇത് ഒരു 2 വർഷത്തോളം 1.5 വർഷത്തോളം തട്ടി അങ്ങ് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മന്ത്രി കസേരയെന്ന് ഇറങ്ങാതെ വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. ചിലപ്പോൾ അതൊക്കെ ചെയ്യാം, അതൊക്കെ വേണം ചെയ്യാൻ. അവിടെ ധാർമ്മികതയൊക്കെ അടച്ച് കൂടത്തിനകത്ത് വെച്ചേക്ക്, അത് അവിടെ ഇരുന്നോളൂ മൂലയിൽ. ഇത് ആർക്കും ഇല്ലല്ലോ എന്നല്ലേ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ ആർക്കും കാണത്തില്ല, രാജിവെക്കേണ്ട കാര്യമില്ല. പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ രാജി വേണ്ട എന്ന്. പിന്നെ അവരൊക്കെ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ കൂടെ. അപ്പോൾ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ശരിയായ പ്രവണതയല്ല, ഒരു പൗരന് ചേർന്നല്ല, പിന്നെയാണ് ഒരു മന്ത്രിക്ക്.